നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. സി മാച്ച് ദ ഫോളോയിങ് ആണ്. ഇലക്ട്രിക് ഫീൽഡും അതിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, സി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഡിസ്റ്റൻസ് r is greater than 0 from the center a uniformly charged spherical shell with a surface charge density sigma. Electric field inside ആണ്. Inside electric field is equal to 0. ഫസ്റ്റ് കേസിൽ എ കേസിൽ ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. രണ്ടാമത്തത് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഡിസ്റ്റൻസ് r is greater than 0 യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. നെക്സ്റ്റ് സിക്ക് നേരെ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് r is greater than 0 ഫ്രം എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ല് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഔട്ട്സൈഡ് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 1/4 എപ്സിലോൺ 0 Q ഡിവൈഡഡ് ബൈ r ആണ്. അപ്പോൾ അവിടെ ചാർജ് ഡെൻസിറ്റി ടേമിനെ കൊണ്ടുവരാൻ വേണ്ടി മുകളിൽ r² ആണ്. മുകളിൽ നമുക്ക് r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെയും r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q ഡിവൈഡഡ് ബൈ 4πr² എപ്സിലോൺ 0 ഇൻറ്റു സ്മോൾ ലെറ്റർ r², മുകളിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ r². അപ്പോൾ Q ബൈ 4π എപ്സിലോൺ 0 r². ഇതെന്താ 4πr² എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ആണ്. ഷെല്ലല്ലേ, അപ്പോൾ ഷെല്ലിൻ്റെ സർഫസ് ഏരിയ 4πr². അപ്പോൾ ചാർജ് ഡിവൈഡ് ബൈ സർഫസ് ഏരിയ, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് വരും. അപ്പോൾ സിഗ്മ ഇൻറ്റു r² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു സ്മോൾ ലെറ്റർ r². ഇതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേമിൽ ഔട്ട്സൈഡ് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരിക. അപ്പം സിക്ക് നേരെ വരേണ്ടത് ആക്ച്വലി ഇങ്ങനൊരു ഓപ്ഷനാണ്. ഇങ്ങനൊരു മാച്ച് നമ്മുടെ ടേബിളിലില്ല ആക്ച്വലി. ഇനി അവസാനത്തെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ പാരലൽ ഷീറ്റ് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും. അപ്പോൾ പ്ലസിൻ്റെ ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡും മൈനസിൻ്റെ ഫീൽഡ് റേഡിയലി ഇൻവേർഡും. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ വരും. അപ്പോൾ 2 ഇൻറ്റു സിഗ്മ ബൈ 2 എപ്സിലോൺ 0, 2 ക്യാൻസൽ ആവും, സിഗ്മ ബൈ എപ്സിലോൺ 0 കറക്റ്റ് വരും. അപ്പം ഓപ്ഷൻ 1 വരും, 1ന് നേരെ മാച്ച് ആയിട്ട് വരും. ബട്ട് ഹിയർ ഇവിടെ സിഗ്മ, ഇവിടെ ഒരു r² കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയനെ. ഇവിടെ ഒരു r² കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എക്ക് നേരെ 2 വരും, എക്ക് നേരെ 3 വരും, ബിക്ക് നേരെ 2 വരും, സിക്ക് നേരെ അത് കറക്റ്റ് ചെയ്താൽ 4 വരും, ആൻഡ് ഫൈനലി ഡിക്ക് നേരെ 1 വരും. അങ്ങനെ വരുമായിരുന്നു, പക്ഷേ ഓപ്ഷൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. മേ ബി പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. എനിവേ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ?